ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് 2017 മുതൽ 20 വരെ ഫിസിക്സിൽ നിന്നും മാത്രം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ദിവസമായിട്ട് ഫിസിക്സിൽ നിന്നും ചോദിച്ചിട്ടുള്ള 2024 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് നോക്കുന്നതായിരിക്കും. അപ്പം പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഡെസിബലാണ്. ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ഡെസിബലാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ ആണ്. അടുത്തത്, ഒരു ലെൻസിൻ്റെ പവർ 2D എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലെൻസിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുക. അത് 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസാണ്. അപ്പോൾ ഒരു ലെൻസിൻ്റെ പവർ എന്താണ് എഴുതിയിട്ടുള്ളത്? 2D എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ലെൻസിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസാണ്. 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസാണ്. ഭൂഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? അത് ഐസക് ന്യൂട്ടൺ ആണ്. ഭൂഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ഐസക് ന്യൂട്ടൺ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പ്രകാശത്തിൻ്റെ വേഗത എത്രയാണ്? 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് പ്രകാശത്തിൻ്റെ വേഗത എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മഴവില്ലുണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള പ്രതിഭാസം ഏതാണ്? പ്രകാശ പ്രകീർണനമാണ് കേട്ടോ. പ്രകീർണനമാണ് മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള പ്രതിഭാസം എന്ന് പറയുന്നത്. പ്രകാശ പ്രകീർണനമാണ്. ഒരു ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം കത്രികയാണ്. ഒന്നാം വർഗ ഉത്തോലകത്തിൻ്റെ ഉദാഹരണം കത്രികയാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, മർദ്ദത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് പാസ്കലാണ്. മർദ്ദത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? പാസ്കലാണ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഹൈഡ്രോളിക് ലിഫ്റ്റിൽ ഉപയോഗിക്കുന്ന തത്വം പാസ്കൽ നിയമമാണ്. ഹൈഡ്രോളിക് ലിഫ്റ്റിൽ ഉപയോഗിക്കുന്ന തത്വം ഏതാണ്? പാസ്കൽ നിയമമാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഒരു നൂലിൽ കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നു. ഏത് ദിശയിലാണ് നിൽക്കുന്നത്? തെക്ക് വടക്ക് ദിശയിലാണ് നിൽക്കുന്നത് കേട്ടോ. വൈദ്യുതിയുടെ ഒരു ചാലകമാണ്. വൈദ്യുതിയുടെ നല്ല ചാലകം ഏതാണ്? ക്ഷാരജലമാണ്. വൈദ്യുതിയുടെ നല്ല ചാലകമാണ് ക്ഷാരജലം കേട്ടോ. ക്ഷാരജലമാണ് വൈദ്യുതിയുടെ നല്ല ചാലകം. വൈദ്യുതിയുടെ നല്ല ചാലകമാണ് ക്ഷാരജലം. അടുത്ത ക്വസ്റ്റ്യൻ, വൈദ്യുതി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ആംപെയർ ആണ് കേട്ടോ. വൈദ്യുതി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആംപെയർ ആണ്. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം ഏതാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ. പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് 11 kV ആണ് കേട്ടോ. 11 kV ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, വൈദ്യുതി കടത്തിവിട്ട് ഒരു ലോഹത്തിന്മേൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയയാണ് വൈദ്യുത ലേപനം. വൈദ്യുത ലേപനമാണ് വൈദ്യുതി കടത്തിവിട്ടിട്ട് ഒരു ലോഹത്തിൻ്റെ മേൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയ. അടുത്ത ക്വസ്റ്റ്യൻ, ഡൈനാമോയിലെ ഊർജ്ജ പരിവർത്തനം ഏതാണ്? യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സോഡിയം വേപ്പർ ലാമ്പിൽ നിന്നും പുറത്തുവിടുന്ന പ്രകാശം ഏത് നിറമായിരിക്കും? മഞ്ഞ നിറമാണ് കേട്ടോ. ഒരു സോഡിയം വേപ്പർ ലാമ്പിൽ നിന്നും പുറത്തുവിടുന്ന നിറം ഏതാണ്? പ്രകാശത്തിൻ്റെ നിറം ഏതാണെന്ന് ചോദിച്ചാൽ അത് മഞ്ഞയാണ്. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളോം ആണ്. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളോം ആണ്. ഗാർഹിക ആവശ്യത്തിനായിട്ട് വിതരണം ചെയ്യുന്ന വൈദ്യുതിയുടെ ആവൃത്തി 50 ഹെർട്സ് ആണ്. ട്രാൻസ്ഫോമറിൻ്റെ ഉപയോഗം AC വോൾട്ടേജ് വ്യതിയാനം വരുത്താൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫോമറിൻ്റെ ഉപയോഗം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു 60 വോൾട്ട് ബൾബും ഒരു 100 വാട്ട് ബൾബും ശ്രേണിയിൽ ഘടിപ്പിച്ചാൽ ഏത് ബൾബിനാണ് കൂടുതൽ പ്രകാശമുണ്ടാവുക? അത് A ആണ് അല്ലേ. 60 വോൾട്ട് ബൾബിനായിരിക്കും കൂടുതൽ പ്രകാശമുണ്ടാവുക. ശ്രേണിയിലാണ് ഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ഓർക്കണേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് ബൾബിലെ ഫിലമെൻറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണെന്നാണ്. അത് ടങ്സ്റ്റൺ ആണ്. ഇലക്ട്രിക് ബൾബിലെ ഫിലമെൻറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടങ്സ്റ്റൺ. ഒരു ട്രൈ സെല്ലിൽ ശേഖരിച്ചിരിക്കുന്ന ഊർജ്ജം കെമിക്കലാണ്. ഒരു ട്രൈ സെല്ലിൽ ശേഖരിച്ചിരിക്കുന്ന ഊർജ്ജം ഏതാണ്? കെമിക്കലാണ് കേട്ടോ. കെമിക്കലാണ്. ഒരു ബാറ്ററിയുടെ വിദ്യുത് ചാലക ബലം EMF അളക്കുന്നത് എന്ത് ഉപയോഗിച്ചാണ്? വോൾട്ട് മീറ്റർ ഉപയോഗിച്ചാണ് EMF അളക്കുന്നത്. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫാരഡേ ആണ്. വൈദ്യുതിയുടെ പിതാവ് ആരാണ്? മൈക്കൽ ഫാരഡേ ആണ്.
26ാമത്തെ ക്വസ്റ്റ്യൻ, താപത്തിൻ്റെ SI യൂണിറ്റ് ഏതാണ്? കെൽവിനാണ്. താപത്തിൻ്റെ SI യൂണിറ്റ് കെൽവിനാണ്. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം ഏതാണ്? രസമാണ് കേട്ടോ. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം രസമാണ്. 100 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ എത്ര ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമാണ് കേട്ടോ. 100 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലെ എത്ര ഡിഗ്രി സെൽഷ്യസ് ഫാരൻഹീറ്റിന് തുല്യമാണെന്ന് ചോദിച്ചാൽ 212 ആണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണ്? അത് ജലമാണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലമാണ്. ശബ്ദം ഉപയോഗിച്ച് ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സോണാറാണ്. ശബ്ദം ഉപയോഗിച്ച് ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സോണാർ. പ്രഷർ കുക്കറിൽ ജലം തിളക്കുന്ന ഊഷ്മാവ് 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രഷർ കുക്കറിൽ ജലം തിളക്കുന്ന ഊഷ്മാവ് 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രസരിപ്പിക്കുന്ന രീതിയാണ് വികിരണം. ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രസരിപ്പിക്കുന്ന രീതിയാണ് വികിരണം. ജലത്തിൻ്റെ വിശിഷ്ട താപനില 4200 ജൂൾ പെർ കെ ജി ആണ് കേട്ടോ. കിലോഗ്രാം ആണ്. 4200 ജൂളാണ് ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത. സൂര്യനിൽ നിന്നും താപം ഭൂമിയിലേക്ക് എത്തുന്ന പ്രതിഭാസം വികിരണമാണ്. സൂര്യനിൽ നിന്നും താപം ഭൂമിയിലേക്ക് എത്തുന്ന പ്രതിഭാസം ഏതാണ്? വികിരണമാണ്. വെള്ളം തിളക്കുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 100 ഡിഗ്രി സെൽഷ്യസിലാണ്. വെള്ളം തിളക്കുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 100 ഡിഗ്രി സെൽഷ്യസിലാണ്. തരംഗദൈർഘ്യം കൂടിയ കിരണം ഏതാണ്? ഇൻഫ്രാറെഡ് ആണ്. തരംഗദൈർഘ്യം കൂടിയ കിരണം ഇൻഫ്രാറെഡ് ആണ്. ഉറച്ച പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കുവാനുള്ള ലോഹങ്ങളുടെ കഴിവ് സോണോറിറ്റി. ഇനി ശബ്ദത്തേക്കാൾ 2 ഇരട്ടി വേഗതയെ കുറിക്കുന്ന പദമാണ് സൂപ്പർസോണിക്. ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏതാണ്? ഖരമാണ്. ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഖരമാണ്. വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത സെക്കൻഡിൽ 340 മീറ്ററാണ്. വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത സെക്കൻഡിൽ 340 മീറ്ററാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളിൽ ഏതിലാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? സുരക്ഷാ ഫ്യൂസിലാണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളിൽ ഏതിലാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? സുരക്ഷാ ഫ്യൂസാണ്. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് ഏതാണ്? കൂളോം ആണ്. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളോം ആണ്. ഒരു ഉപകരണത്തിൻ്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതം ആംപെയറേജ് ആണ്. ഒരു ഉപകരണത്തിൻ്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ആംപെയറേജ്. ഒരു സർക്യൂട്ടിലെ നേരിയ കറൻറ്റിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഗാൽവനോമീറ്റർ ആണ് കേട്ടോ. ഒരു സർക്യൂട്ടിലെ നേരിയ കറൻറ്റിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഗാൽവനോമീറ്റർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏതാണ്? വജ്രമാണ്. ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോണ് 48.6 ഡിഗ്രിയാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം ഏത്? അന്തരീക്ഷ അപവർത്തനമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഏതാണ്? LPG ആണ്. LPG ആണ് ഏറ്റവും ക്ഷമത കൂടിയിട്ടുള്ള ഇന്ധനം. 48ാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൽ LPG ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ക്ഷമത കൂടിയ ഇന്ധനം LPG ആണ്. ഇനി 49, സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഫോട്ടോ വോൾട്ടായിക് പ്രഭാവമാണ്. നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് ഉപയോഗിക്കുന്ന AC വൈദ്യുതിയുടെ ആവൃത്തി 50 ഹെർട്സ് ആണ്. അപ്പോൾ ഇത്രയുമാണ് കേട്ടോ 2020 വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഫിസിക്സിൽ നിന്നും മാത്രം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഓൾ.